ആദി ചേച്ചി ഞാൻ ഓക്കെയാ, എനിക്ക് ഒരു പ്രശ്നമില്ല. ആദി നീ സത്യം പറ, നീ ശരിക്കും ഓക്കെയാണോ? എന്റെ പൊന്ന് ചേച്ചി, ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായില്ലേ? ചെറുതായിട്ടൊന്ന് ചാവാൻ തുടങ്ങിയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ. നിശ്ചയം മുടങ്ങിയല്ലോ. ആൽത്തറ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എന്തോ വലിയ ആപത്ത് വരാനിരുന്നത് ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞു. അങ്ങനെ കരുതി ആശ്വസിക്കാം കേട്ടോ. ശ്രീകുട്ടാ, ആ പയ്യനിപ്പ എങ്ങനുണ്ട്? കുഴപ്പമൊന്നുമില്ല ചന്ദ്രേട്ടാ, ആള് രക്ഷപ്പെട്ടു. ഈ സമയത്ത് എന്തിനാ അയാൾ ആ കുറ്റിക്കാട്ടിൽ ചെന്ന് കയറിയത്? അതിലെ ആരും പോകാറില്ലല്ലോ. നമ്മുടെ നാടൻ രീതികളൊന്നും അറിയാത്ത ആളുകളല്ലേ. എന്തായാലും ആദ്യം ഇവിടെ തന്നെ ആയിരിക്കും. ആദ്യയുടെ കൂടെ ഞാനും ഇവിടെ നിന്നോളാം. നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോക്കോ. ഞാനും നിൽക്കാം. അച്ഛാ, എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? രാജ, അതെ, നീ പോയി ഡോക്ടറെ ഒന്ന് കാണും. ഇവനെ എപ്പോഴാ ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് അറിയാവല്ലോ. വിഷം തീണ്ടിയതല്ലേ മുത്തശ്ശ, ഡിസ്ചാർജ് ആവാൻ ഏതായാലും 2 ദിവസം എടുക്കും. അതെ, പേഷ്യന്റിന് വീട്ടിൽ പോകാം കേട്ടോ. ഓഹോ, പിന്നൊരു കാര്യം, ഇന്ന് രാത്രി പേഷ്യന്റ് ഉറങ്ങാതെ നോക്കണം. ആ ശരി ശരി. ആശ്വാസമായി. ആൽത്തറ ഭഗവതി കാത്തു. നാളത്തെ ചടങ്ങുകൾക്ക് ദൈവം ഒരു തടസ്സവും ഉണ്ടാക്കിയില്ലല്ലോ. രാജ, എന്നാ നമുക്കിറങ്ങാം. സുമിത്രേ, വാ നമുക്കിറങ്ങാം. ഈ മുത്തശ്ശനെന്താ ഇത്ര വാശി? ആദി പ്ലീസ്, നീ ഒന്ന് കാമാവ്. ഇല്ല വരദാൻഡി, ഇത് സഹിക്കാവുന്നതിലപ്പുറം.